ASL ഗെയിമിങ്ങിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഗ്രാനി ലെഗസിയിൽ കാർ എസ്കേപ്പ് ഹോളോ മോഡ് കംപ്ലീറ്റ് ആക്കാൻ പോണേ. അതായത് ഈ ഹോളോ മോഡിൽ കാർ എസ്കേപ്പ് എന്ന് പറയുന്നത് കുറച്ച് സീനാണ്. കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. കാരണം നമ്മൾ ഓരോ സാധനം വെക്കുമ്പോഴും കാ കൂ കാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ശബ്ദം കേൾക്കുക. സോ അത് ഭയങ്കര പാടാണ് ചെയ്യാൻ. കാരണം നമ്മൾ ഈ ബാറ്ററി വെക്കുമ്പം കാരണം ശബ്ദം കേൾക്കും. സ്റ്റാർ ബാറ്ററി അന്നേരം നമ്മൾ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ കിളവി ഒന്ന് തട്ടു ഉറപ്പാ. പിന്നെ എഞ്ചിൻ പാട്ട് വെക്കുമ്പോൾ, പിന്നെ സ്പാർക്ക് പ്ലഗ് വെക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സീനുണ്ട് ഗൈസ്. സോ ഗൈസ് വീഡിയോട്ട് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനലുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വിട്ടോ, ലെറ്റ്സ് ഗോ. നമ്മൾ നേരെ സ്പോണിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കാർ ബാറ്ററി എടുക്കാം. ഓക്കെ, നമുക്ക് കാർ ബാറ്ററി എടുത്തിട്ട് ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കാം. ഇനി കിളവി പോട്ടെ, അതാ കിളവി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നീസായിട്ട് താഴോട്ട് പോകാം. എൻ്റെ സീഡ് വേണ്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഉറപ്പായിട്ടും സീഡ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എൻജിൻ പാർട്ട് എടുക്കാം, അങ്ങോട്ട് എറിയാം. എന്നിട്ട് നമ്മുടെ കാർ ബാറ്ററി എടുത്താൽ അങ്ങോട്ട് യൂസ് എറിയ സമയം കിട്ടിയില്ല, പൈസ കളവ് പോയി. അയ്യോ, പൈസനൊക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഇവിടെ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് നമ്മുടെ സ്പാർക്ക് പ്ലഗ് എടുക്കാം. ഓക്കെ, നമ്മുടെ സ്പാർക്ക് പ്ലഗ് എടുക്കടാ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളവ് പോകുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ കളവ് പോയി അടക്കാം. അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഇത് രണ്ടും അങ്ങോട്ട് എറിയാം. കരുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കളവി അങ്ങോട്ട് പോകും. അതാ കളവി പോന്ന്. ഹായ് ഓടി പണ്ടുമ്പോളേ കളവി നമുക്ക് പണ്ടേ വിഷയമല്ല. സോ നമുക്ക് നേരെ ബാക്ക് സൈഡ് പോകാം ഗൈസ്. കാരണം നമ്മളിപ്പോൾ ബാക്ക് സൈഡ് പോയില്ല, കളവി നമ്മളെ കാണും. അപ്പോൾ ബാക്ക് സൈഡ് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നമ്മുടെ ഇതുണ്ട്, അമ്മയ്ക്ക് നമ്മളെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് 6 മിനിറ്റ് കൊണ്ടാണ് ഗൈസ് കാർ സ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 6 മിനിറ്റ് കൊണ്ട് കാർ സ്കേപ്പ് കുറച്ച് സീനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, കിളവിനെ കാണാനില്ല. കിളവി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒളിച്ചിരിക്കുവാണെങ്കിൽ കിളവി നമ്മളെ കാണത്തുന്നില്ല. കിളവി നമ്മളെ കണ്ടാലും വേറെ ഏതോ ഒരു സ്ഥലത്തും ഗൈസ്, എനിക്ക് അറിയത്തില്ല സ്ഥലം. തോന്നുന്നു ഇതിൻ്റെ പുറകിൽ മറ്റേ കാക്കേൻ്റെ അടുത്തെങ്ങാണ്ട് പോവും കിളവി. ഓക്കെ, സോ ഗൈസ് ഇനി നമുക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ കിളവി വരേണ്ടതാണ്. അതാ കിളവി വന്നിട്ടുണ്ട്, ചടിക്കോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിലും പോയി എടുക്കണം ഗൈസ്. ഇവിടെ നമ്മുടെ ഗ്യാസിലിരിപ്പുണ്ട്, നമുക്ക് ഗ്യാസിലെടുക്കാം. ഇനി നമുക്ക് ഗ്യാസിലും കൊണ്ട് നിറയ്ക്കണം ഗൈസ്. ഗ്യാസിലും കൊണ്ട് നിറച്ചാൽ നമുക്ക് എല്ലാം സെറ്റാണ് ഗൈസ്. ഇനി എല്ലാം താഴത്തുണ്ട്, നമുക്ക് നേരെ എസ്കേപ്പ് ആയാൽ മതി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് ഓരോന്ന് വെക്കുമ്പോഴും ശബ്ദം കേൾക്കും ഗൈസ്. ഈ ഓരോന്ന് വെക്കുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും ഭയങ്കര പണിയാണ് ഗൈസ്. നമുക്ക് എൻജിൻ പാർട്ടും കാർ ബാറ്ററി സ്പാർ ബാഗൊക്കെ വെക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. ഓടാ ഓടാ, ഓ തേങ്ങ ഗൈസ്. ആ എൻജിൻ ആ സാധനം വീണട്ടാ. ആ കിളവിയുടെ കണ്ണും തിളങ്ങുന്നുണ്ടാ. കിളവിയുടെ കണ്ണ് തിളങ്ങുന്ന ഒരു നല്ല ഇവിടെ പെഡ്ലോക്ക് ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, കിളവേണ്ട പോകുന്നുണ്ട് കുന്തം പിടിച്ചോണ്ട്. അതാ കിളവി പോയെന്ന വിശ്വാസം. സോ നമുക്കിനി നമ്മുടെ സ്പാർക്ക് പ്ലഗും കൂടെ എടുക്കാനുണ്ട്. സോ അത് വീണത് നന്നായി ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇനിയെങ്ങാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും അത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായേനെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് എല്ലാം നമ്മളോട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അയ്യോ ഓടിക്കോടാ ശബ്ദം കിട്ടി. അതാ കളവി കിളവി പോടാ. ശരി, ജെറ്റിന്റെ കൂട്ടത്തെ സ്പീഡാണ് കേട്ടാ കളവിക്ക്. എൻ്റെ അമ്മോ, കളവി ഭയങ്കര തന്നെ. ഓക്കെ, കളവി പോകുന്നവരെ കാത്തിരിക്കണം. കളവി പോയാ അതോ കളവിയുടെ കണ്ട് കണ്ണ് നടന്നു വന്നു. ആ ഗൈസ്, കളയുടെ കണ്ണും കുന്തവും മാത്രമേ കാണുന്നുള്ളൂ. സോ ഇനി നമുക്ക് അടുത്തത് വെക്കണം ഗൈസ്. അടുത്ത നമ്മുടെ കാർ ബാറ്ററി എടുക്കാം. അതെടുത്തിട്ട് ഇങ്ങനെ വെക്കാം. കൊടുക്കൂടാ. അയ്യോ എടാ അമ്മച്ചി പോടാ. ശരി, ഇത്രയ്ക്ക് സ്പീഡാ ഗൈസ് അമ്മച്ചിക്ക്. അമ്മച്ചി പിന്നെയും പോകുന്നവരെ കാത്തിരിക്കണം. സോ നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നാലും അല്ലെ കാറിൻ്റെ അകത്ത് ഒളിച്ചിരുന്നാലും സീനില്ല. പക്ഷെ കാറിൻ്റെ അടുത്ത് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ കിളവി മണ്ടക്കോട്ട് പോയി നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് കണ്ണെങ്കിലും കാണാം. അതാ കിളവിയുടെ രണ്ട് ഉണ്ണ ബൾബ്, രണ്ട് ഉണ്ടക്കണ്ണ് നടന്നു വന്നു ഗൈസ്. അന്ന് ബൾബ് നടന്ന പോലെ തോന്നുന്നുണ്ട്. നേരെ ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചി നമ്മൾ വടിയാക്കും ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു 5-10 ട്രാപ്പ് അമ്മച്ചി ഇട്ടിട്ടുണ്ട്. എടാ കിളവി പോയടാ. ശരി, ഇത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. ഇനി നമുക്കൊന്നും വെച്ച സൗണ്ട് കേൾക്കത്തില്ല. നമ്മൾ പെഡ്ലൂക്ക് കഴിക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, ആണ്ട കിളവിയുടെ 2 ഉണ്ട ബൾബ് ആണ്ട് പിന്നെ നടന്നു പോകുന്നുണ്ട്. ഇപ്പം കുന്തവും കാണും കേട്ടാ. അതാ കിളവി ആണ്ട കുന്തവും കൊണ്ട് പിടിച്ചോണ്ട് പോകുന്നു. നാണമില്ല കുന്തം പിടിച്ചോണ്ട് പോകാൻ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഗ്യാസിൽ ഒഴിക്കണമല്ലോ പറഞ്ഞ പോലെ. ഓ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ ഫ്രഞ്ച് എടുത്ത് ടൈറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇവിടെ 5-10 ട്രാപ്പ് ഉണ്ട് കേട്ടാ. നമുക്ക് മണ്ടക്കോട്ട് കയറാൻ പോലും പറ്റത്തില്ല.
സോ നമുക്കിനി ഇതിൻ്റെ സാധനം എടുക്കാൻ അല്ലെങ്കിൽ ഇനി നമുക്കൊന്നും എടുക്കാതിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാം ഇരിപ്പുണ്ടാണ്ട് രക്ഷപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വടിയായതിന് കാരണം എല്ലാം ട്രാപ്പാണ് ഗൈസ്. 1/2 മണിക്കൂർ എടുക്കി ട്രാപ്പെല്ലാം ഊരിക്കളയാൻ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസിലടിക്കാം. ഗ്യാസിൽ അങ്ങനെ ഒഴിഞ്ഞ് തീർന്നിട്ടുണ്ട്. കളവേ എനിക്ക് തോന്നുന്നു ബാക്ക് യാർഡിലെങ്ങാണ്ട് പോയിട്ടാ. പണ്ടാരക്കാലത്ത് ബാക്ക് യാർഡ് പോടാ. അയ്യയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യല്ലോ, അടിച്ചിട്ട് ഓടിയാലോ. ഓടിക്കൂടാ ഓടിക്കൂടാ പ്രീമാ, എസ്കേപ്പ് ആവടാ. ആ എങ്ങനെ ഇരിക്കണം ഗൈസ്? ഞാനൊരു കാര്യം മറന്നു, ഞാൻ ഫ്രഞ്ച് വെക്കാൻ മറന്നുപോയി ഗൈസ്. അയ്യോ എടി, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ നിന്ന് ആ കളവി വന്നിട്ട് കാറിൽ കയറി എസ്കേപ്പ് ആവാനിരുന്നാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ സത്യം പറഞ്ഞാൽ. ഭാഗ്യത്തിന് ഞാൻ നേരത്തെ കാറിൽ കയറി ഗൈസ്. ഫ്രഞ്ച് നമ്മുടെ കാറിൻ്റെ ഡിക്കിലുണ്ട് കേട്ടോ. കളവി പോകുന്നവരെ കാത്തിരിക്കണം. കളവി ഒന്ന് പോവോ പ്ലീസ്? കളവി പോയിട്ടുണ്ട് നൈസായിട്ട്. കളവി പ്ലീസ് പ്ലീസ് പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. അതാ കളവി പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും നമുക്ക് കുറച്ച് കഴിയട്ടെ ഗൈസ്. ഓക്കെ, കളവി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് എടുക്കണം. ഫ്രഞ്ച് എടുക്കാം. ഫ്രഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യണം ഫ്രഞ്ച് എടുത്ത്. ഓക്കെ, നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് എസ്കേപ്പ് ആയെന്ന് ലാസ്റ്റ് കാണിക്കും. ഇപ്പം നമ്മൾ കാറ് കയറിയോണ്ടാണ് ടൈം കാണിക്കാത്തത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കാർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. യെസ് കോയിൻ കളവിയില്ല. കളവിയിൽ ആര് വന്നാലും നമ്മളെ കൊല്ലാൻ പറ്റില്ല. ഓളം കൂടെ ആയിട്ട് ഒരു അമ്മച്ചിക്ക് നമ്മൾ പിടിക്കാൻ പറ്റുന്നില്ല. എന്തല്ലേ, ഓ മൈ ഗുഡ്. അങ്ങനെ കളവി നോക്കിക്ക് നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. 5 മിനിറ്റ് 47 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ എസ്കേപ്പ് ആയത്. സോ ഫൈനലി നമ്മളിങ്ങനെ എസ്കേപ്പ് ആയി. സോ ഞാനിത് അധികം സ്പീഡ് റണ്ണായിട്ട് നോക്കിയില്ല. കാരണം നമ്മൾ സ്പീഡ് റണ്ണായിട്ടാണെങ്കിൽ ഒരേ സാധനം മറ്റേ ശബ്ദം വെക്കുന്ന നമുക്ക് 2-3 ഒരുമിച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്ക് സ്പീഡ് പെട്ടെന്ന് ചെയ്യായിരുന്നു. സോ ഞാൻ സ്പീഡ് റണ്ണായിട്ട് നോക്കിയില്ല. ഓക്കെ, പക്ഷെ ഞാൻ 6 മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. സോ അത് തീർത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഫൈനലി നമ്മൾ കാർ എസ്കേപ്പും ചെയ്തു, സീവർ എസ്കേപ്പും ചെയ്തു, ഡോർ എസ്കേപ്പും ചെയ്ത്, അങ്ങനെ പിന്നെ നമ്മുടെ റോബോട്ട് എസ്കേപ്പും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡോർ എസ്കേപ്പ് 1.8 മാത്രമേ കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യാം. സോ നമുക്ക് അടുത്തിട്ട് കാണാം. ബൈ ഗൈസ്.